ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടു നൽകിയ ഹർജികൾ സുപ്രീം കോടതി അനുവദിച്ചില്ല. നിയമം നിർമ്മിച്ചു എങ്കിലും അത് നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ആയിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ഈ വാദം അംഗീകരിച്ചാണ് കേസ് കേൾക്കാൻ കൂടുതൽ സമയം അനുവദിച്ചത്. 4 വർഷങ്ങൾക്ക് മുൻപാണ് പാർലമെന്റ് ഈ നിയമം പാസാക്കിയത്. സാധാരണഗതിയിൽ 6 മാസത്തിനുള്ളിൽ ചട്ടങ്ങൾ പാസാക്കുകയും നിയമം നടപ്പാക്കുകയും ചെയ്യാറുണ്ട്. വലിയ എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ട് പാസാക്കിയ നിയമം നടപ്പിലാക്കാൻ ഇത്രയും വൈകിയതിന് വിശദീകരണം നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. യുദ്ധം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം തുടങ്ങിയവ മൂലം ആഗോളതലത്തിൽ തന്നെ അനധികൃത കുടിയേറ്റം വലിയ ഒരു വെല്ലുവിളിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശീയർക്ക് പൗരത്വം നൽകുന്നത് തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകും എന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭാരതവും ഇത് കണ്ടില്ല എന്ന് നടിക്കരുത്. മ്യാൻമറിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു നേതാവാണ് ഓങ് സാങ് സൂയി. പട്ടാള ഭരണത്തിനെതിരെ പോരാടുന്ന ഈ വനിതയെ ലോകം നൊബേൽ സമ്മാനം നൽകി ആദരിച്ചിട്ടുണ്ട്. 2021 നടന്ന തിരഞ്ഞെടുപ്പിൽ ഇവരുടെ കക്ഷി വൻപിച്ച ഭൂരിപക്ഷം നേടി വിജയിച്ചു എങ്കിലും എല്ലാ ജനപ്രതിനിധികളെയും ജയിലിലടയ്ക്കുകയും മ്യാൻമറിൻ്റെ ഭരണം പട്ടാളം പിടിച്ചെടുക്കുകയും ചെയ്തു. പല കേസുകളിലായി 90 വർഷത്തോളം നീളുന്ന ജയിൽവാസമാണ് 78കാരിയായ സൂയിക്ക് പട്ടാളം വിധിച്ചിരിക്കുന്നത്. തടാകക്കരയിലുള്ള ഇവരുടെ കുടുംബ വീട് വിറ്റ് പണം തട്ടാനുള്ള പട്ടാളത്തിൻ്റെ നീക്കങ്ങൾ പരാജയപ്പെട്ടു. ലേലത്തിൽ പങ്കെടുക്കാൻ ഒരാളും എത്തിയില്ല. ഓങ് സാങ് സൂയിക്ക് മാത്രമല്ല, മ്യാൻമർ നിവാസികൾക്കും ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട് ഒരു ദേശീയ സ്മാരകമാണ്. 2 പതിറ്റാണ്ടോളം പട്ടാളം ഇവരെ വീട്ടുതടങ്കലിൽ സൂക്ഷിച്ചത് ഇവിടെയാണ്. അധികാരം ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാതിരുന്നപ്പോഴും അമേരിക്കൻ പ്രസിഡന്റിനെ പോലെയുള്ള വിശിഷ്ട അതിഥികളെ ഇവർ സ്വീകരിച്ചത് ഇവിടെയാണ്. ഈ ലേലം ബഹിഷ്കരിക്കുന്നതും ഒരു തരം പ്രതിഷേധമാണ്. ചൈനയുടെ പ്രതിനിധി വാങ് ജിയാനും ഹമാസിൻ്റെ നേതാവ് ഇസ്മായേലും ഖത്തറിൽ വെച്ച് ചൊവ്വാഴ്ച നടത്തിയ കൂടിക്കാഴ്ച ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. വെസ്റ്റ് ബാങ്ക് സന്ദർശിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം ഖത്തറിലെത്തിയത്. ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ചൈനയുടെ ഒരു പ്രതിനിധി ഈ 2 പ്രദേശങ്ങളും സന്ദർശിക്കുന്നത്. ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ ആരുടെയും പക്ഷം പിടിക്കാത്ത ഒരു രാജ്യമാണ് ചൈന. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പലപ്പോഴും ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ ഒരു മധ്യസ്ഥനാകാനുള്ള നീക്കമായിട്ടാണ് ഇപ്പോഴത്തെ സന്ദർശനത്തെ പലരും കാണുന്നത്. ആക്രമണങ്ങളും കൊലപാതകങ്ങളും അവസാനിപ്പിക്കണം എന്നും സ്വതന്ത്ര പാലസ്തീൻ സ്ഥാപിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്നും ചൈനയുടെ പ്രതിനിധി ആവശ്യപ്പെട്ടു. ഹമാസിൻ്റെ ആക്രമണങ്ങളെ അധിക്ഷേപിക്കുകയോ ഇസ്രായേലിനെ വിമർശിക്കുകയോ ചെയ്യാത്ത രാജ്യമാണ് ചൈന. മധ്യ ഏഷ്യയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് മാത്രമാണ് ചൈനയുടെ താൽപ്പര്യം.
അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഫിലിപ്പൈൻസ് സന്ദർശിച്ചു. ദക്ഷിണ കൊറിയയിൽ നിന്നാണ് ഇദ്ദേഹം ഇവിടെ എത്തിയത്. ദക്ഷിണ കൊറിയയും ഫിലിപ്പൈൻസും അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. അതേസമയം ചൈനയുമായി ശത്രുത പുലർത്തുന്ന രാജ്യങ്ങളുമാണ്. ഈ അടുത്ത കാലത്താണ് അതിർത്തി ലംഘിച്ചു എന്നാരോപിച്ച് ചൈന ഫിലിപ്പൈൻസിൻ്റെ കപ്പലുകളെ ആക്രമിച്ചത്. ഉരുക്കുപോലെ ഉറച്ചതാണ് തങ്ങളുടെ ബന്ധമെന്നും ഫിലിപ്പൈൻസിന് എല്ലാവിധ സംരക്ഷണവും നൽകുമെന്നും ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി. ദക്ഷിണ ചൈന കടലിന്മേലുള്ള അവകാശത്തെ ചൊല്ലിയാണ് ചൈനയും അയൽ രാജ്യങ്ങളുമായുള്ള തർക്കങ്ങൾ. ഈ കടൽ തങ്ങൾക്കു മാത്രം അവകാശപ്പെട്ട ഒരു മേഖലയായിട്ടാണ് ചൈന കരുതുന്നത്. ഫിലിപ്പൈൻസ് അടക്കമുള്ള പല രാജ്യങ്ങളും ഈ വാദം അംഗീകരിക്കുന്നില്ല. കടൽക്കരയിലെ രാജ്യങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടി ചൈന മാനിക്കണം എന്നും ബ്ലിങ്കൻ ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ അമേരിക്ക ഒരു കക്ഷിയല്ല എന്നാണ് ചൈന പ്രതികരിച്ചത്. വീണ്ടും ഒരു സുരക്ഷാ നിയമം കൂടി ഹോങ്കോങ് നഗരത്തിലെ നിയമസഭ പാസാക്കി. പ്രതിപക്ഷമില്ലാതിരുന്നിട്ടും കാര്യമായ ഒരു ചർച്ചകളും കൂടാതെ തിടുക്കത്തിലാണ് ഈ നിയമം പാസാക്കിയത്. വളരെ വ്യാപകമായ അധികാരങ്ങൾ ഭരണകൂടത്തിനു നൽകുന്നതാണ് പുതിയ സുരക്ഷാ നിയമം. 2019 ജനകീയ സമരങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് ഈ നിയമം. ലോകത്തെങ്ങുമുള്ള സുരക്ഷാ നിയമങ്ങൾക്ക് സമാനമാണ് ഈ നിയമത്തിലെ വ്യവസ്ഥകൾ എന്നാണ് ഭരണകക്ഷിയുടെ വിശദീകരണം. ചൈന വൻകരയുടെ ഭാഗമാണെങ്കിലും ഹോങ്കോങ് നഗരം കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രദേശമായിരുന്നു. പാട്ടക്കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് 1998 ബ്രിട്ടൻ ഈ പ്രദേശം ചൈനയ്ക്ക് മടക്കി നൽകിയത്. നഗരത്തിലെ ജനാധിപത്യ സംവിധാനങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നഗരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. ജനാധിപത്യത്തിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി എന്നാണ് മാധ്യമങ്ങൾ ഈ നിയമത്തെ വിശേഷിപ്പിച്ചത്. കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ആളല്ല പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ തിരഞ്ഞെടുപ്പിലേക്ക് പോണം. ഭരണകക്ഷിയുടെ തലവനായ അമേരിക്കൻ സെനറ്റർ ഷൂമറിൻ്റേതാണ് ഈ വാക്കുകൾ. ഇതിൻ്റെ പേരിൽ പ്രസിഡന്റ് ബൈഡൻ ഇദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. പ്രസംഗവും അഭിനന്ദനവും വലിയ വിമർശനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. തികച്ചും അനുചിതമായ നടപടി എന്നാണ് ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഷൂമറുടെ പ്രസ്താവനയെ ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇസ്രായേൽ പാർലമെൻറ്റിൽ 99% അംഗങ്ങളും 88% അമേരിക്കക്കാരും പാലസ്തീനെതിരെയുള്ള തങ്ങളുടെ യുദ്ധത്തെ അനുകൂലിക്കുന്നു എന്നാണ് നെതന്യാഹു അവകാശപ്പെടുന്നത്. പൗരന്മാരെ ഒഴിപ്പിക്കുന്നത് പൂർണ്ണമാകാതെ റാഫായിൽ സൈനിക നടപടി പാടില്ല എന്ന് ബൈഡൻ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അവഗണിച്ചാണ് യുദ്ധം തുടങ്ങാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. റാഫായിൽ സൈനിക നടപടികൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി മുൻപോട്ട് പോവുകയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സെനറ്റർ ചക്ക് ഷൂമർ ഉന്നയിച്ച വിമർശനവും ബൈഡൻ നിർദ്ദേശിച്ച നിയന്ത്രണങ്ങളും ബെഞ്ചമിൻ നെതന്യാഹു കാര്യമാക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച ഇസ്രായേലിലെത്തിയ ജർമ്മൻ ചാൻസലറും കുറച്ചുകൂടി കർക്കശമായ ഭാഷയിൽ
സൈനിക നടപടികൾ ആരംഭിക്കരുത് എന്ന് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. സന്ദർശനത്തിനൊടുവിൽ സംയുക്ത വാർത്താ സമ്മേളനം നടക്കുമ്പോൾ നെതന്യാഹുവിനോട് നേരിട്ടാണ് ജർമ്മൻ ചാൻസലർ ഈ ആവശ്യം ഉന്നയിച്ചത്. ലക്ഷ്യം എന്തുതന്നെ ആയാലും നിരായുധരായ പൗരന്മാരെ കൊന്നൊടുക്കുന്നതിന് ന്യായീകരണമില്ല. ഗാസായുടെ ദുഃഖം കണ്ടില്ല എന്ന് നടിക്കാനാവില്ല എന്നാണ് ചാൻസലർ പറഞ്ഞത്. ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്ന യൂറോപ്യൻ രാജ്യമാണ് ജർമ്മനി. തന്മൂലം നെതന്യാഹുവിന് വെടിനിർത്തലിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വിശ്വപ്രസിദ്ധ ചിത്രകാരനായ പിക്കാസോയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു നഗരമാണ് സ്പെയിനിലെ മലാഗ. മ്യൂസിയങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന മലാഗ വിദേശ സഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിനോദ കേന്ദ്രമാണ്. നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് വിനോദസഞ്ചാരം. സഞ്ചാരികൾ എത്തുന്ന വിനോദ കേന്ദ്രങ്ങളിലൊക്കെ ഞായറാഴ്ച ചില പ്രതിഷേധക്കുറിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങിപ്പോകൂ, ഇത് എൻ്റെ വീടായിരുന്നു, നേരത്തെ ഇവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. ഇത്തരത്തിലുള്ളതായിരുന്നു കുറിപ്പുകൾ. വിദേശികളുടെ ഒഴുക്ക് കൂടിയപ്പോൾ സ്വന്തം വീട് വിൽക്കേണ്ടി വന്ന തദ്ദേശീയരുടെ പ്രതിഷേധമാണ് ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. പ്രതിഷേധക്കാരെ വികസന വിരോധികൾ എന്നാണ് ഭരണാധികാരികൾ വിശേഷിപ്പിക്കുന്നത്. ലോക സമ്പദ്ഘടനയുടെ നിയന്ത്രണം ഡോളറിനാണ്. തന്മൂലം വിദേശ നാണ്യത്തെ അവഗണിക്കാൻ ഒരു രാജ്യത്തിനും കഴിയുന്നില്ല. എല്ലാ നാടുകളിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ശീലങ്ങളും ആചാരങ്ങളും വിദേശികളോടൊപ്പം എത്തുന്നു എന്നത് ഒരു വസ്തുതയാണ്. ന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ എന്നു മാത്രം പരാമർശിക്കപ്പെടുന്ന ഒരു നഗര നിർമ്മാണം ഈജിപ്തിൽ പുരോഗമിക്കുകയാണ്. 2015 ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ ഈ പ്രദേശത്തിന് ഇതുവരെ ഒരു പേര് നൽകിയിട്ടില്ല. സുയസ് തുറമുഖത്തിനു സമീപമുള്ള തീർത്തും അവികസിതമായ ഒരു പ്രദേശത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2030 പൂർത്തിയാകുമ്പോൾ ഈ പ്രദേശം ഒരു മഹാനഗരമായി മാറും എന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. പാർലമെൻറ്റ് മന്ദിരം, എല്ലാ ആധുനിക സംവിധാനങ്ങളുമുള്ള പാർപ്പിട സമുച്ചയങ്ങൾ, വ്യാപാര സമുച്ചയങ്ങൾ, ലോക നിലവാരമുള്ള വിനോദ കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുരാതന തലസ്ഥാന നഗരമായ കെയ്റോയിലെ തിരക്ക് നിയന്ത്രിക്കാനാവാത്ത രീതിയിൽ അനുദിനം വർദ്ധിക്കുന്നു എന്ന കാരണം പറഞ്ഞാണ് ശതകോടികൾ മുടക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. വായ്പയെടുത്തു നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ പുരോഗതി നേടാനാവുമോ എന്നാണ് വിമർശകർ ചോദിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആണവോർജ ഏജൻസി ആദ്യമായി സംഘടിപ്പിച്ച ഉച്ചകോടിയിൽ 30 രാഷ്ട്രങ്ങൾ പങ്കെടുത്തു. യൂറോപ്പിൽ നിന്നുള്ള രാജ്യങ്ങൾക്കൊപ്പം അമേരിക്ക, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളുടെയും പ്രതിനിധികൾ വ്യാഴാഴ്ച ബ്രസൽസിൽ വെച്ച് നടന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം പാരീസിൽ വെച്ച് നടന്ന കാലാവസ്ഥാ ഉച്ചകോടിയുടെ തുടർച്ചയായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ഈ യോഗം സംഘടിപ്പിച്ചത്. ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും അന്തരീക്ഷ മലിനീകരണമുണ്ടാക്കാത്ത സൗരോർജത്തിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കാനുമായിരുന്നു കഴിഞ്ഞ വർഷം സമ്മേളനം നിർദ്ദേശിച്ചത്.
ഡീകാർബണൈസേഷനെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമായി ആണവോർജത്തിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കണം എന്നൊരു നിർദ്ദേശം വന്നുവെങ്കിലും പല രാഷ്ട്രങ്ങളും ഇതിനെതിരായിരുന്നു. എന്നാൽ ആണവോർജത്തിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കണം എന്നാണ് വ്യാഴാഴ്ച നടന്ന സമ്മേളനം ആവശ്യപ്പെടുന്നത്. ആണവ റിയാക്ടറുകൾ ഉയർത്തുന്ന ഭീഷണി ലോകം അവഗണിക്കുകയാണ്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. ജൻവാണി 90.8 FM ശബ്ദ പ്രക്ഷേപണത്തിന്റെ നാട്ടുപൊലിമയിൽ കേരളക്കരയുടെ കൊടിയടയാളം.